പി കെ നവാസ്, ഞാൻ അൻവർ ഉന്നയിച്ച നെക്സസിലേക്ക് തന്നെ വീണ്ടും ചോദ്യം കൊണ്ടുവരികയാണ്. ലീഗിന് യഥാർത്ഥത്തിൽ ഇപ്പോൾ ശശിയുമായി ബന്ധപ്പെട്ട നടപടി വേണമെന്നുള്ള ആവശ്യമുണ്ടോ? അങ്ങനെയെങ്കിൽ അൻവറിനെ ലീഗിലേക്ക് ക്ഷണിക്കുന്നു എന്ന ഒരു ആലോചന വന്ന ഘട്ടത്തിൽ തന്നെ അത് പൂർണ്ണമായും തള്ളിയത് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്. പെട്ടെന്ന് തന്നെ ഹസ്സന്റെ പ്രതികരണം വരുന്നു. അതിൽ ഒരു ആലോചനയും ഗൂഢാലോചനയും ഉണ്ട് എന്ന് അൻവർ സംശയിക്കുകയാണ്. നിങ്ങൾക്ക് ശശിയുടെ കാര്യത്തിൽ എന്താണ് നിലപാട്? അല്ല, അൻവറിന് അങ്ങനെ സംശയിക്കാം, ആരോപണങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങളാണല്ലോ പരിശോധിക്കുന്നത്. ഇപ്പം ഞങ്ങൾക്കെതിരെ അൻവർ ഉന്നയിച്ച ആരോപണം ഞങ്ങളൊരു നെക്സസ് ഉണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചോദിക്കട്ടെ, അൻവർ ഇപ്പോൾ പറയുന്ന വിഷയങ്ങൾ ആദ്യം ഉന്നയിച്ചത് ആരാണ്? പ്രതിപക്ഷ നേതാവല്ലേ RSSുമായി കൂടിക്കാഴ്ച നടത്തുന്ന ആദ്യം പറഞ്ഞത്? നെക്സസിന്റെ ഭാഗമാണോ പ്രതിപക്ഷ നേതാവ്? ഞാൻ പറയട്ടെ, ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രതിനിധികൾ ഒരു വർഷം മുമ്പ് മലപ്പുറത്ത് ഉന്നയിച്ചതാണ് ഇപ്പോൾ അൻവർ ഉന്നയിച്ച എല്ലാ വിഷയങ്ങളും. ഞങ്ങൾ നെക്സസിന്റെ ഭാഗമാണെങ്കിൽ ഞങ്ങൾ എന്തിനത് ഉന്നയിക്കണം? മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി പി കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ കൃത്യമായി കഴിഞ്ഞ ദിവസം പറഞ്ഞു, സുജിത് ദാസ് ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കാലത്ത് നടന്നിട്ടുള്ള മുഴുവൻ കേസുകളിലും പുനരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം പത്രസമ്മേളനം നടത്തി. നെക്സസിന്റെ ഭാഗമായതാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഏലത്തൂർ തീവെപ്പ് കേസ്, അതുമായി ബന്ധപ്പെട്ട് പുനരന്വേഷണം നടത്തണമെന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി KM ഷാജി ഒരാഴ്ചക്ക് മുമ്പ് ആവശ്യപ്പെട്ടു. ഇതെന്തിന്റെ പേരാണ് ആവശ്യപ്പെട്ടത്? അപ്പൊ ഈ നെക്സസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, അദ്ദേഹം വ്യക്തമാക്കണം. ഞങ്ങളുടെ സംബന്ധിച്ച് കൃത്യമായ നിലപാടുണ്ട്. ഞങ്ങളുടെ നിലപാടെന്ന് ലീഗിന്റെ നിലപാട് എന്താണ്? ഏത് പി ശശിയുടെ കാര്യത്തിൽ എന്താണ് നിലപാട്? അല്ല, പി ശശി എന്നല്ല, പി ശശി ഉൾപ്പെടെ ഞങ്ങൾ പറയുന്നത് പി ശശി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഗൗരവമായ അന്വേഷണം നടക്കണം. എന്താ അതിൽ ഇത്ര തർക്കം? ഞങ്ങൾക്കത് പറയാൻ ഒരു മടിയുമില്ല. അദ്ദേഹം പറഞ്ഞ വാചകത്തെ കോട്ട് ചെയ്ത് ഞാൻ പറയട്ടെ. ADGPയും അതുപോലെ തന്നെ ഈ പറയുന്ന കസ്റ്റംസ് സംഘവും സുജിത് ദാസും പി ശശിയും അതിലേക്ക് മുഹമ്മദ് റിയാസിനും പങ്കുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ആണെങ്കിൽ ശശിയെയും റിയാസിനെയും ഒക്കെ പങ്കാളിത്തം അന്വേഷിക്കപ്പെടണം. അന്വേഷണം പുറത്തു വരണം. അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഭൂമി കുലുങ്ങിപ്പോകുന്നില്ലല്ലോ. അന്വേഷണം നടത്താലോ. ശശിക്ക് മടിയില്ലെങ്കിൽ, റിയാസിന് മടിയില്ലെങ്കിൽ, ADGPക്ക് മടിയില്ലെങ്കിൽ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മടിയിൽ കനമില്ലെങ്കിൽ അന്വേഷിക്കാൻ തയ്യാറാകണം. അവരെന്താ അന്വേഷിക്കാൻ തയ്യാറാകാത്തത്? ഈ വിഷയങ്ങൾ അന്വേഷണത്തിലൂടെ തന്നെ പുറത്തു കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അവിടെ മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നിലപാടിൽ എവിടെയെങ്കിലും 1% ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വളരെ കൃത്യമായി, ഞാൻ ഈ ചർച്ചയ്ക്ക് വരുമ്പോഴും പാർട്ടി നിലപാട് കൃത്യമായി അന്വേഷിച്ച് ചോദിച്ചറിഞ്ഞാണ് വന്നിരിക്കുന്നത്. ഒരു സംശയം വേണ്ട. അന്വേഷണത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ 100% ആവശ്യപ്പെടുന്നു. അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. അവിടെ ഏതെങ്കിലും പേരുപയോഗിച്ചുകൊണ്ട് ലീഗിനെ പ്രതിരോധത്തിൽ കൊണ്ടുവരാമെന്ന് ആരെങ്കിലും കരുതുന്നുവെങ്കിൽ അത് വൃഥാവിലേഖ മാത്രമേ ഉള്ളൂ. മറ്റൊന്ന്, അരുൺകുമാറോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, പിന്നെ പിണറായി വളരെ വിപ്ലവകാരിയാണ്, നിയമസഭയിൽ വന്ന് വലിയ വിപ്ലവം നടത്തിയിട്ടുണ്ട്. എനിക്ക് ചിരി തോന്നിയ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞാനൊരു വീഡിയോ ക്ലിപ്പ് കണ്ടു. അത് അൻവറിന്റെ പ്രസംഗമാണ്. അതേ നിയമസഭക്കകത്ത് ഇദ്ദേഹം പറഞ്ഞതിനേക്കാൾ ഗൗരവമായിട്ടാണ് പിണറായി വലിയ വിപ്ലവകാരിയാണ് എന്ന് അൻവർ പറഞ്ഞത്. ആ അൻവറിന്റെ കയ്യും കാലും വെട്ടും എന്ന് പ്രകടനം വിളിക്കേണ്ട ഗതികാരാണ് ഇന്ന് DYFIക്കാരന് വന്നത്. ഞാൻ പ്രിയപ്പെട്ട അരുൺകുമാറിനോട് പറയുന്നത്, നിങ്ങൾ പറയുന്നു ആരോപണങ്ങളാണ്, തെളിവുകളില്ലല്ലോ എന്ന്. ഞാൻ 3 കാരണങ്ങൾക്ക് മുമ്പിലേക്ക് പറയാം. ഒന്ന്, താമിർ ജിഫ്രി കൊലപാതകം മലപ്പുറം ജില്ലയിൽ നടന്ന് ഒരു വർഷം മുമ്പ് നടന്ന കാര്യമാണ്. അതിൽ രാഷ്ട്രീയക്കാരനല്ല, SI ആയിട്ടുള്ള കൃഷ്ണലാൽ ടെലിഫോൺ റെക്കോർഡ് പുറത്തുവിട്ടിട്ട് പറഞ്ഞു, ഇതിൽ തല്ലിക്കൊന്നതാണ് പോലീസ്, എന്നെ പ്രതിയാക്കാൻ ശ്രമിക്കുന്നു. ആ SP-യുടെയും DYSPയുടെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേര് പറഞ്ഞു. എന്തു നടപടിയാണ് നിങ്ങൾ എടുത്തത്? നിങ്ങൾ രാഷ്ട്രീയക്കാരെ വിട്ടേക്ക്, പ്രതിപക്ഷത്തെ വിട്ടേക്ക്, മറ്റെല്ലാം വിട്. നിങ്ങളുടെ കീഴിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, സർവീസിൽ ഇരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ SI കോൾ റെക്കോർഡ് പുറത്തുവിട്ടിട്ട് പറഞ്ഞു, ഇതാണ് എന്നെ പെടുത്തിയതാണ്, കൊന്നയാളുകൾ ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് അരുൺകുമാർ ആർക്കെങ്കിലും ഇതേ നടപടിക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? സാധിച്ചില്ലല്ലോ. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞു, SP സുജിത് ദാസിന്റെ കോൾ റെക്കോർഡിൽ നിന്ന് എന്താ പുറത്തു വന്നത്? ADGPയുടെ ഈ പറയുന്ന ബംഗ്ലാവും ഈ പറയുന്ന സമ്പത്തും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കച്ചവടം പുറത്തു കൊണ്ടുവന്നത് ആരാണ്? പ്രതിപക്ഷമാണോ? അൻവറാണോ? ഭരണപക്ഷത്ത് ആരെങ്കിലും ആണോ? അല്ലല്ലോ. സുജിത് ദാസ് സ്വകാര്യമായി വിളിച്ചൊരു ഫോൺ റെക്കോർഡിൽ പുറത്തു വന്നല്ലേ. എന്തു നടപടിയാണ് നിങ്ങൾ എടുത്തത്? ഇതുവരെ അതുമായി ബന്ധപ്പെട്ട നടപടി എടുത്തില്ലല്ലോ. അപ്പോ തെളിവുകളില്ലാഞ്ഞിട്ടല്ല, നിങ്ങൾക്ക് സംരക്ഷിക്കണം ഇവരെ. നിങ്ങൾക്ക് ഈ പോലീസിലെ ഈ പറയുന്ന കളങ്കിതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾക്ക് സംരക്ഷിക്കണം. RSSുമായി നിങ്ങൾക്ക് കൂട്ടുകച്ചവടം നടത്തണം. അതിന് നേരത്തെ പറഞ്ഞതുപോലെ പൂരം കലക്കിയിട്ടായാലും ഒരു MP അങ്ങോട്ട് കൊടുത്തിട്ട് മകളെ രക്ഷിക്കണം. മുഖ്യമന്ത്രിക്ക് മകളെ രക്ഷിക്കാൻ കേരളത്തിൽ ഒരു MP സംഭാവന ചെയ്ത ഗതികേടിലാണ് CPM ഉള്ളത്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് ശ്രുതി അവസാനിപ്പിക്കാം. ഇപ്പോ അരുൺകുമാർ ഇവിടുന്ന് സംസാരിക്കുമ്പോൾ, അരുൺകുമാർ എന്നോടല്ല സംസാരിക്കുന്നത്, ശ്രുതിയോടല്ല, മലയാളികളോടല്ല, DYFIക്കാരോടാണ്. നിങ്ങൾ ദയവ് ചെയ്ത് അൻവറിന്റെ പിറകിൽ പോവല്ല എന്ന് അരുൺകുമാർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ എത്ര കാലം ഈ സത്യത്തെ ഇങ്ങനെ മൂടി വെച്ച് പോകും? കേരളം മുഴുവൻ ഇത് അറിഞ്ഞിരിക്കുന്നു. ഈ കേരളത്തിലെ മുഖ്യമന്ത്രി നഗ്നനാണ് എന്ന് കേരളം മുഴുവൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ഒരു കവചം തീർത്തുകൊണ്ട് അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയും എന്ന് നിങ്ങൾ കരുതരുത്. അത് വരും ദിവസങ്ങൾ നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയുന്നതാണ്. ശരി, അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഇപ്പോൾ
Debate with Smriti Parittikad.